Hi, Aishu. Ready ആവാൻ തുടങ്ങിയോ? Yeah, just Why so early, Aishu? It's not early. It's not early. We just What do have you 1 think? hour. അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ പോവാം. Okay. Are you excited? I am. Okay. Let me just get ready. Hi guys. So I am ready. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ന്യൂ ഇയറിന് ഇപ്പോൾ ഡിന്നറിന് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ബ്ലാക്ക് ബാഗ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ടോപ്പ്, ബ്ലാക്ക് പാൻറ്, എല്ലാം ബ്ലാക്ക് മയാണ്. അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു നെക്ലേസ്, സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലേസ് ഇട്ടിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എൻജോയ് ചെയ്യാം, എല്ലാവരും ഡിന്നർ കഴിക്കൂ. സോ അടുത്ത വർഷം കാണാം. ബൈ. ഐശുവിൻ്റെ ലുക്ക് ഓഫ് ദ ഡേ ആണത്. ഐശു ഇട്ടിരിക്കുന്ന ഒരു സീക്വൻസ് ഡ്രസ്സാണ്, ഷോർട്ട് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ലാവൻഡർ കളർ ബാഗ് ഇട്ടുണ്ട്, ഇയറിംഗ് ഉണ്ട്, വൈറ്റ് സ്നീക്കറാണ് ഐശു ഇട്ടിരിക്കുന്നത്. സോ പിന്നെ നിങ്ങൾക്ക് കാണാം ഐശു ഒരു ബോ ഇട്ടിട്ടുണ്ട്. ആ മിററിൽ നിങ്ങൾക്ക് കാണാം ഐശുവിൻ്റെ ഇന്നത്തെ ന്യൂ ഇയർ സ്റ്റൈല്. അപ്പം ഞങ്ങൾ പോയിട്ട് ഡിന്നർ കഴിക്കും. ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നാവട്ടെ. സോ see you guys in 2025. ഞങ്ങൾ ഓൾറെഡി ഗ്രാൻഡ് ഹയറ്റിലെത്തിയപ്പോൾ ഇവിടെ ഈ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് എൻട്രി ആവുകയാണ്. മലബാർ കഫേയാണ് കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഡിന്നർ ടേബിൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഫുള്ള് വൈഡ് വെറൈറ്റി ഓഫ് ഫുഡും കാര്യങ്ങളുമാണ്. ഭയങ്കര DJ ഒക്കെ അവർ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ലൈവ് ബാൻഡ് ഉണ്ട്. സോ നല്ല ഒരു ന്യൂ ഇയർ ഡിന്നർ തന്നെയാണ് ഇവിടെ ഇതാക്കുന്നത്. വൈഡ് സ്പ്രെഡാണ്, ഔട്ട് സൈഡും ഉണ്ടെന്ന് തോന്നുന്നു, ഇൻസൈഡും ഉണ്ട്. ഓക്കെ, സോ ആൾക്കാരൊക്കെ നേരത്തെ, ഞങ്ങളെക്കാളും നേരത്തെ വന്നവരുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വൈഡ് സ്പ്രെഡ്. ബിരിയാണി എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് ഇവിടെ. ഇന്ത്യൻ ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട്. അതായത് നമ്മുടെ കേരളയുടെ ഐറ്റംസാണ്. പിന്നെ സ്റ്റാർട്ടേഴ്സിൽ ചിക്കൻ ലോലിപോപ്പ്, പിന്നെ വെജ് സ്ട്രിപ്സ്, സ്മൈലീസ്, കുറേ കാര്യങ്ങൾ സ്റ്റാർട്ടേഴ്സിലും ഉണ്ട്. അതായത് പനീർ ടിക്ക, പിന്നെ സൂപ്പിലാണെങ്കിലും ചിക്കൻ സൂപ്പ്, മഷ്റൂം സൂപ്പ്, കുറേ അങ്ങനത്തെ വെറൈറ്റി ഓഫ് സൂപ്സ് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ടൈപ്പ് ചിക്കൻ കറി ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ടൈപ്പ് നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ട്. അതേപോലെ നമ്മുടെ വെണ്ടയ്ക്ക, പരിപ്പ്, അങ്ങനത്തെ നാടൻ കറികൾ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരികയാണ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ നോക്കണം എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. നന്നായിട്ടുണ്ട്. ഗ്രാൻഡ് ഹയറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര നന്നായിട്ടുണ്ട്. അവരുടെ സ്പ്രെഡ് മ്യൂസിക് ആയാലും നല്ല സിംഗേഴ്സ്, നല്ല ലൈവ് ബാൻഡാണ്, നല്ല നല്ല മ്യൂസിക്കാണ് അവർ പ്ലേ ചെയ്യണത്, പാടുന്നത്. ഭയങ്കര എൻജോയ്മെൻ്റാണ്. സോ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കുട്ടികളായിട്ടും.
തന്നെ പിന്നെ സ്റ്റാർട്ടേഴ്സ് എടുത്തു, ചിക്കൻ ലോലിപോപ്പ്, ടിക്ക, പിന്നെ കുറച്ച് ചട്നിയും പുളിയിഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇത് മഷ്റൂം സൂപ്പാണ്. ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നുണ്ട്, ഞാൻ മഷ്റൂം സൂപ്പ് എടുത്ത. ഐഷു എന്തെടുത്ത് സെയിം തന്നെയാണ്. സെയിം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഡെസേർട്ട് എടുത്തിട്ടില്ല. സോ ഇറ്റ് വാസ് ഫാബുലസ്, സോ മെനി സ്പ്രെഡ്സ്, പിന്നെ ഇവിടുത്തെ ഡെക്കോറും കുറേ പ്രോപ്സും കാര്യങ്ങളും വാസ് ഫാബുലസ്. ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ട് അവരവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ ന്യൂ ഇയർ വരെ 12 o'clock വരെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ന്യൂ ഇയർ പരസ്പരം വിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുക. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? നിങ്ങൾ വീട്ടിൽ തന്നെയാണോ അതോ നിങ്ങളിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുകയാണോ? എനിക്കൊന്നും അറിയില്ല. May this year be the best to all of you, all of us, yes. അപ്പോൾ താഴെ ഒന്ന് പോകാൻ പോവാണ്. അവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. The countdown will start in some time. 5, 4, 3, 2, 1. Happy New Year! Happy New Year! ഫയർ വർക്സ് ഒക്കെ കഴിഞ്ഞു, ന്യൂ ഇയർ ആയി. ഈ ന്യൂ ഇയറിൽ എല്ലാവർക്കും നന്മ മാത്രം ആശംസിക്കുന്നു. ഇപ്പോൾ ഫയർ വർക്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് പുറത്തിറങ്ങി. പുറത്തിവിടെ കായലാണ് മുമ്പിൽ കാണുന്നത്. വി ആർ ഹാപ്പി ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് ന്യൂ ഇയർ ആൻഡ് എൻജോയ് ദിസ് ഡേ. Today is 1st of January. Please enjoy, guys. Please enjoy. Happy New Year, guys. Happy New Year, everyone. 6 hours later. Good morning, everyone. ഇതാണ് നമ്മുടെ 2025-ൻ്റെ മോർണിംഗ് വ്യൂ എൻ്റെ ബാൽക്കണിയിൽ നിന്ന്. ഇന്ന് ഞാൻ വീട്ടിലൂടെ റിലാക്സ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ഇന്നോട്ട് നമ്മുടെ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ആവുമല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എൻ്റെ റെസൊല്യൂഷൻ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ റെസൊല്യൂഷനൊക്കെ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നോക്കാം ഈ ദിവസം തൊട്ടിട്ട്. സോ ഇന്നലെ ഒരുപാട് കഴിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരു സ്റ്റമക്കിനൊക്കെ കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് നമ്മൾ ട്രൈ ചെയ്തു. കുറേ കഴിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ അത്ര അധികം കഴിക്കാറില്ല. സോ സ്റ്റിൽ കഴിച്ചു, എൻജോയ് ചെയ്തു, സ്വീറ്റ്സൊക്കെ കഴിച്ചു. കുറേ ഫയർ വർക്ക്സ് കണ്ടു, ഭയങ്കര നന്നായിരുന്നു. പിന്നെ ഹയറ്റ് മറ്റേ ബാക്ക് വാട്ടേഴ്സിൻ്റെ അടുത്താണല്ലോ. സോ ബോട്ട്സൊക്കെ പോകണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ഡാൻസൊക്കെ കളിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്നലെ ഡിന്നറിനൊക്കെ. നല്ല ഡിന്നർ സ്പ്രെഡും ആയിരുന്നു. കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിക്കുന്നതിലധികം നമുക്ക് ആ ന്യൂ ഇയർ അത് എൻജോയ് ചെയ്യുക കാര്യം. സോ വെരി ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഇപ്പം ഞാൻ വെക്കുകയാണ്, കാരണം മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നാൽ, ഞാൻ ഗോവ പോയിട്ട് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായിട്ട് താഴെ വീണു. അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫുൾ പോയി കിടക്കുകയാണ്. അപ്പോൾ ഐഫോൺ അറിയാലോ, ഡിസ്പ്ലേ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചേഞ്ച് ചെയ്യും ഓഫ് കോഴ്സ്. പിന്നെ എനിക്ക് തോന്നി കേരളത്തിൽ ഇവിടെ കിട്ടുന്ന ഡിസ്പ്ലേ
അത്ര ഒരു ഒറിജിനൽ അല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അവര് ന്യൂ ഒറിജിനൽ ഡിസ്പ്ലേ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അതിന് കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവയിലത്തെ വീഡിയോ ഇടണമായിരിക്കും. ഇന്നലെ ആ ഗൗതുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെറുത് കാണിച്ചല്ലോ. ഐശുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ആക്ച്വലി ഞങ്ങൾ ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐശുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു, അതുപോലെ ഞങ്ങൾ കുറേ ബീച്ചസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ വീഡിയോ ഒക്കെ ആ ഫോണിലാണുള്ളത്. അതുകൊണ്ടാണ് അത് ഡിലേ ആവണത്, എൻ്റെ ഗോവയിലത്തെ കുറേ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം ന്യൂ ഇയർ ആയിരിക്കുകയാണല്ലോ. അപ്പോൾ എനിവേ ഞാൻ ഇടും, ഈ മാസം തന്നെ ഞാൻ അതൊക്കെ ഇടും. നിങ്ങളതൊക്കെ കാണണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണേ ഗോവയിൽ നിന്ന് കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അത്ര വലിയ ഷോപ്പിംഗ് ഹബ്ബല്ലല്ലോ ഗോവ. എന്നാലും ചില ക്യൂട്ട് സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വാങ്ങുമല്ലോ. ഗൗതുവിന് വേണ്ടിയും ക്യൂവിന് വേണ്ടിയും ഐശ്വര്യന് വേണ്ടിയും പിന്നെ എനിക്ക് വേണ്ടിയും ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിക്കുന്നത് ഇന്നലെ ന്യൂ ഇയർ പാർട്ടിക്ക് ഹയാറ്റിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച് ഹാൻഡ് ചെയ്യണം. ഈ 2 ഹാറ്റ് ഇത് ഞാൻ ക്യൂവിന് വേണ്ടി എടുത്താണ്. ഈ 2 ഹാറ്റ് ക്യൂട്ടായിട്ടില്ലേ. ഇത് പിന്നെ കുറച്ചൊരു ആക്ടിവിറ്റിയാണ്. ഇത് പസിൽസ് ആണ്. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കുട്ടികൾ കളിക്കാറില്ലേ, പസിലാണ്. അപ്പം അതിൻ്റെ ഒരു പാക്കറ്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ ഈ ഒരു ഗ്ലാസ്, അതായത് സ്പെക്സ് കുട്ടികളെ പാർട്ടിക്കൊക്കെ ഇടാറില്ലേ നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ക്യൂവിന് വേണ്ടി എടുത്താണ്. പിന്നെ മാസ്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്യൂവിന് വേണ്ടിയിട്ടാണ്. പിങ്ക് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കളേഴ്സൊക്കെ പോയി. പിന്നെ എനിക്ക് യെല്ലോവും ബ്ലാക്കും ആയിട്ടുള്ള കിട്ടിയത്. ക്യൂ ലവ് പിങ്ക്. ക്യൂവിൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ എല്ലാം അവൾക്ക് പിങ്കിലാണ് വേണ്ടത്. സോ ഇത് ഈ കളറാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ ക്യൂവിന് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഹയാറ്റിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഗോവയിലത്തെ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള കാണിക്കാം. എനിക്ക് എന്നും ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ വീടിനെ ഡ്രീം ക്യാച്ചേഴ്സ് അത്ര ചെയ്തില്ല. കാരണം നമ്മുടെ വീടിൻ്റെ ഒരു തീം വെച്ചിട്ട് ഒരു ബോഹോ കൈൻഡ് വീടല്ലല്ലോ. അതുകൊണ്ട് ഡ്രീം ക്യാച്ചർ ചെയ്തില്ല. പക്ഷേ ഗൗതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡ്രീം ക്യാച്ചർ. അപ്പോൾ ഞാൻ ഡ്രീം ക്യാച്ചേഴ്സ് വാങ്ങി. ഇതാണ് ഞാൻ ഐശുവിന് വേണ്ടി വാങ്ങിയ ഡ്രീം ക്യാച്ചർ. എനിക്ക് വേണ്ടി വാങ്ങിയ ഡ്രീം ക്യാച്ചർ. ഇതെങ്ങനെ ഉണ്ട്, നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് സർപ്രൈസായി തോന്നും. ഈ ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ ഇവിടെ പനമ്പിള്ളിയിൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. അമേസിങ് പ്രൈസിലാണ് എനിക്ക് ഗോവയിൽ ഇത് കിട്ടിയിരിക്കുന്നത്. അൺബിലീവബിൾ പ്രൈസിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ പ്രൈസ് പറയുന്നില്ലേ, നിങ്ങൾ ബിലീവ് ചെയ്തോളൂ, ഇത് വളരെ ലെസർ പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പോയിട്ട് ഞാനിപ്പോൾ പ്രൈസൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ ചീപ്പ് പ്രൈസിലാണ് അവിടെ കിട്ടുന്നത്, എന്നാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. ഇതാണ് ഗൗതുവിൻ്റെ റൂമിലേക്ക്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് ഇവിടത്തേക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അതല്ലാതെ ഞാൻ ഗൗതുവിന് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, അവിടേക്ക് വേണ്ടി ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും ഞാൻ എവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ബുദ്ധ അറിയാലോ, ഞങ്ങളുടെ വീട്ടില് ഏറ്റവും ഫേവറേറ്റിലായിട്ടും കുറേ കാണാൻ കിട്ടുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ ബുദ്ധ. പക്ഷെ ഇത് എനിക്ക് വേണ്ടിയല്ല, ഇത് ഞാൻ ഗൗതുവിന് വേണ്ടിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ബുദ്ധ ഭയങ്കര നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഗൗതുവിന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ എലിഫന്റ്, ഇങ്ങനെ ട്രങ്ക് മേലെയായിട്ടുള്ള എലിഫന്റ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ലക്കാണെന്നാണ് പറയുക. നമ്മളിപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ 2 എലിഫന്റ് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഒന്ന് ഞാൻ കീപ്പ് ചെയ്യാനും ഒന്ന് ഗൗതുവിനും വേണ്ടി എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വേറൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിച്ചിട്ടുള്ളതാണ്. അവിടെ അവർ നമുക്ക് എഴുതി തരും. ഇത് ഗൗതുവിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. വെൽക്കം ഹോം എന്ന് പറഞ്ഞിട്ട് ഫിഷിൻ്റെ ഷേപ്പിൽ. അവർ കിയാരാസ്. ഇത് കിയാരയുടെ ഡോറിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. കിയാരയുടെ ആണ് എന്ന് പറഞ്ഞിട്ട് റൂമിൻ്റെ ഉള്ളിലോ ഡോറിൻ്റെ മുകളിലോ ഇത് ഫിക്സ് ചെയ്യാം. സോ ഗൗതുവിന് ഗാർഡനിങ് ഓവർ ഇഷ്ടമാണ്. കുറേ പ്ലാന്റ്സ് ഉണ്ട് ഗൗതുവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇതാണ് ഗാർഡൻ്റെ അവിടെ വെക്കാനായിട്ട് ഗ്രീൻ സോൺ. ഇതെങ്ങനെ ഉണ്ട്, നന്നായിട്ടുണ്ടോ? പിന്നെ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയത് ഈ മൈ ഡ്രീം ഹൗസ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലെവിടെയും വെക്കാം. നമ്മുടെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ. സോ സംവെയർ ഐ വിൽ കീപ് ദിസ്. ഫുഡിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലോബ്സ്റ്ററാണ്. കഴിക്കാനും കാണാനും എനിക്ക് ലോബ്സ്റ്ററാണ് ഏറ്റവും എനിക്ക് ഭംഗി തോന്നാറ്. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ലോബ്സ്റ്റർ ആയിട്ടുള്ള ഒരു കിച്ചണിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാഗ്നറ്റാണ്. ഇത് ഞാൻ ഗൗതുവിന് വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ ഇത് പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ലേ. ഇത് ഗൗതുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ മുകളിൽ വെക്കാനാണ് ഈ ലോബ്സ്റ്റർ. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ക്യൂട്ടായിട്ട് കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഇത് ഗൗതുവിന് വാങ്ങിയിട്ടില്ല. ഫുൾ ഷെല്ലിൻ്റെയാണ്. വെരി നൈസ്.
ഇതും ഞാൻ ഗൗതുവിന് വാങ്ങിയിട്ടുള്ളതാണ്, കളർ തന്നെ. അതേപോലെ തന്നെ കിയുവിന് ഞാൻ സെയിം അങ്ങനത്തെ കളറിലുള്ള തന്നെ വാങ്ങി. ഇതെല്ലാം ഞാൻ കിയുവിന് വാങ്ങിയിട്ടുള്ളതാണ്. ഹൗ ബ്യൂട്ടിഫുൾ, നന്നായിട്ടില്ലേ ഇതൊക്കെ കാണാൻ, കണ്ടില്ലേ? ഇതെല്ലാം ഞാൻ കിയുവിന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു മാഗ്നറ്റാണ്, ഇതൊരു ടോർട്ടോയിസ് ആണ്. അപ്പോൾ ഇതും ഞാൻ ഗൗതുവിന് വേണ്ടി വാങ്ങിയിട്ട്, ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ കിയുവിന് ഒരു ആങ്ക്ലെറ്റ് ആണ്, ക്യൂട്ടായിട്ടില്ലേ? ബീച്ച് വെയർ ആണ് അവിടെ നമുക്ക് അധികം കിട്ടുക. അപ്പോൾ ഞാൻ കിയുവിന് വേണ്ടിയിട്ട് ഇതൊരു ബീച്ച് വെയർ പോലെ ഒരു ഡ്രസ്സ് ഞാൻ കിയുവിന് വേണ്ടിയിട്ട് വാങ്ങി. നന്നായിട്ടില്ലേ? അവൾക്ക് പഫ് സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ് അവൾക്ക്. എനിക്ക് എപ്പോഴും തോന്നും അവൾക്ക് പഫ് സ്ലീവ് ഭയങ്കര സൂട്ട് ആവുന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങി അവൾക്ക്. സോ കളർഫുൾ ആൻഡ് നൈസ്. പിന്നെ ഞാൻ അവൾക്ക് ബീച്ച് വെയർ വെക്കേഷൻസിനൊക്കെ പോകുമ്പോൾ കിയുവിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ബീച്ച് വെയർ ആണ്, ക്യൂട്ടാണ്, 2 പീസാണ്. അതായത് ബിക്കിനി സ്കേർട്ട്, ഇതൊരു ബീച്ച് വെയർ ആണ്, ക്യൂട്ടാണ്. കളർ ക്യൂട്ടായിട്ട് വാങ്ങിയതല്ലോ. അവളുടെ പിങ്ക് കുറേ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് ഓവർ പിങ്കാണ് ഇഷ്ടം. അപ്പോൾ എവിടെ പോയാലും പിങ്ക് എന്നാണ്. അപ്പം ഞാൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ലൈറ്റ് ബ്ലൂ, ഇത് യെല്ലോ. എനിക്ക് പ്രിൻസ് ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നന്നായിട്ടുണ്ടെന്ന്. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ ഡ്രീം ക്യാച്ചർ ഇതെങ്ങനെ ഉണ്ട്, നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് സർപ്രൈസായി തോന്നും. ഈ ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ ഇവിടെ പനമ്പിള്ളിയിൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. അമേസിങ് ആവും. നിങ്ങൾ അമേസിങ് പ്രൈസിലാണ് എനിക്ക് ഗോവയിൽ ഇത് കിട്ടിയിരിക്കുന്നത്. അൺബിലീവബിൾ പ്രൈസിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ പ്രൈസ് പറയുന്നില്ലേ, നിങ്ങൾ ബിലീവ് ചെയ്തോളൂ, ഇത് വളരെ ലെസർ പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പോയിട്ട്, ഞാൻ ഇപ്പോൾ പ്രൈസൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് തന്നെ അമേസിങ് ആവും. നിങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് കണ്ട വളരെ കുറവാണ്, വളരെ ചീപ്പ് പ്രൈസിലാണ് അവിടെ കിട്ടുന്നത്. എന്നാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. ഇതാണ് ഗൗതുവിൻ്റെ റൂമിലേക്ക്, നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് ഇവിടത്തേക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അതല്ലാതെ ഞാൻ ഗൗതുവിന് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, അവിടേക്ക് വേണ്ടി ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും ഞാൻ എവിടെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ H&M കണ്ടിട്ടുള്ളത്. ഞാൻ അത്ര ഒരു H&M ഫാൻ അല്ല. H&Mൽ ഞങ്ങൾ അങ്ങനെ പോകാറില്ല, പേഴ്സണലി ഷോപ്പ് ചെയ്യാറില്ല H&M. കിഡ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഞാൻ ഓൺലൈൻ കാണാറുണ്ട്. അപ്പോൾ H&M എടുത്തിട്ടുള്ളതാണ് ഞാൻ കിയുവിന് ഇതൊക്കെ. ചെറിയ ക്യൂട്ട് ഷോർട്സ്, പിന്നെ ഞാനൊരു ഹാപ്പി ഹോളിഡേ എന്ന് പറഞ്ഞിട്ടൊരു ടീഷർട്ട് എടുത്തു കിയുവിന്. പിന്നെ അതൊരു പംകിൻ ചിത്രമായിട്ടുള്ളതാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഇത് എനിക്ക് തോന്നി അവൾക്ക് ഇത് ഇട്ടാൽ ഭയങ്കര ക്യൂട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യൂട്ടായിട്ടുള്ള ഈ ഡ്രസ്സ് എടുത്തു കിയുവിന്. പിന്നെ ഇതൊരു കോഡ് സെറ്റാണ്. പിന്നെ എൻ്റെ എന്നത്തെ ഫേവറേറ്റ് കളർ ഒരു ഗ്രേ കളറും ഓഫ് കോഴ്സ് കിയുവിന് ഇട്ടാൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതാണ് ഞാൻ കിയുവിന് വേണ്ടി എടുത്തത്. പിന്നെ ഗൗതുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്, എല്ലാ ഇയറും ഞാൻ ഗൗതുവിന് ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഗൗതുവിന് ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ ഫോറെവർ ന്യൂ എന്നുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇതെടുത്ത്. പക്ഷേ ഇപ്പോൾ ഫോറെവർ ന്യൂ ഓൺലൈൻ മാത്രമേ കിട്ടാറുള്ളൂ. മുമ്പ് ഇവിടെ ഷോപ്പ് ഉണ്ടായിരുന്നതാണ്. ഇറ്റ്സ് എ നൈസ് ബ്രാൻഡ്. ഐഷുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രാൻഡാണ്. അവൾ മോസ്റ്റ് ഓഫ് അവളുടെ ഡ്രസ്സസ് ഫോറെവർ ന്യൂ ആണ്. അപ്പോൾ ഫോറെവർ ന്യൂ എന്നാണ് ഗൗതുവിൻ്റെ ഈ ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. ക്യൂട്ടാണ്, ബ്ലാക്ക് ആണ്, ഫ്ലവേഴ്സ് ഉണ്ട്. സോ ഞാൻ ഗൗതുവിന് ഇത് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ഗൗതുവിന് കാണിച്ചിട്ടില്ല. ഈ വ്ളോഗ് വഴി ഗൗതു നിനക്ക് ഇത് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് വഴി ഇത് കണ്ടോ, ഇതൊക്കെ നിന്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഇപ്പം ഇന്നലേക്ക് പോയിട്ട് ഹെവി ഡിന്നറൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീക്ക് ഇത്തരം നോ കാർബ് ഡയറ്റിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ഈ ഒരു വീക്ക് ഈ 7 ഡേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് സ്റ്റമക്കാണ്. സോ ഞാൻ ഉണ്ടാക്കാൻ പോണത് ബോയിൽഡ് എഗ്ഗാണ്. എനിക്കും അതെ ഐശുവിനും അതെ, രണ്ടുപേരും ഇന്ന് ബോയിൽഡ് എഗ്ഗാണ് കഴിക്കണേ. സോ എഗ്ഗ് ബോയിൽ ചെയ്യാം. ഞാൻ നോർമലി ബ്രൗൺ എഗ്ഗാണ് വാങ്ങാറ്. പല ബ്രാൻഡ് വാങ്ങും. ഇത് ഇപ്പോൾ ഹെൽത്തി എഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഞാൻ അധികം ഓൺലൈനാണ് വാങ്ങാറ്. ബിഗ് ബാസ്ക്കറ്റ്, ഇൻസ്റ്റാമാർട്ട് 2 ആപ്പിൽ നിന്നാണ് ഞാൻ ഹൗസ് ഹോൾഡ്, അതായത് ഗ്രോസറീസ് ഷോപ്പ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാൻ പോവാണ്. സോ ഹംഗ്രിയാണ്. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഞാൻ ഭയങ്കര ഹംഗ്രിയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മാഗ്നറ്റ്സ് കണ്ടു. എനിക്ക് മാഗ്നറ്റ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ മാഗ്നറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഈ മാഗ്നറ്റ്സിലധികം എനിക്ക് ഗൗതു പോണ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാനും പോയിട്ടുണ്ട്.
അധികം ഫോറിൻ കൺട്രീസ് പോയിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളതാണ്. ഇനിയുണ്ട്, ഒരു നല്ല കളക്ഷൻ തന്നെ ഉണ്ട് എൻ്റെ. പിന്നെ എൻ്റെ ആ ലോബ്സ്റ്ററും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് ലോബ്സ്റ്റർ വരാൻ പോണത്. ഇപ്പം ഗൗതമിന് ഇഷ്ടമാണ് എനിക്കായിട്ട് ഓരോ സാധനങ്ങൾ, മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, അപ്പം ഞാനിനി എഗ്ഗൊക്കെ കഴിച്ച് ഇന്നിപ്പോൾ എനിക്ക് വേറെ ഇവിടെ ഞാൻ പുറത്തേക്കൊന്നും പോകണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വ്ളോഗ് എടുത്ത് കാണിച്ചു തരാം ഞാൻ എവിടെ പോകണമെന്നുള്ളത്. പക്ഷെ ഇന്ന് മിക്കവാറും ഞാൻ വീട്ടിൽ റിലാക്സ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. വ്ളോഗ് നമുക്ക് കീ ബേബിയുടെ ഒരു പാട്ടോട് കൂടിയാണ് ഞാൻ എൻഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. കീ ബേബി ന്യൂ ഇയർ ഡേയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊരു മലയാളത്തിലുള്ള പാട്ടാണ്. അവൾക്ക് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും രണ്ടും ഫ്ലുവൻ്റ് ആണ് അവൾക്ക്. സോ അവൾ നന്നായി പാടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. സുഗപതിരാണായി സ്നേഹദീപമേ മേരി തുറക്കോം കഥന നിവാ